ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ നമ്മളൊരു ബാത്റൂം ഡിസൈൻ ചെയ്യാമെന്നും എങ്ങനെ സൗകര്യപ്രദമായ രീതിയിൽ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം നല്ല രീതിയിൽ ബാത്റൂമിൻ്റെ അകത്ത് സ്പേസ് കിട്ടും നമുക്ക് എങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് വീഡിയോയോട് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, എല്ലാം ഒരേ ലെയറിലാണ് നമ്മൾ ഈ പറയുന്ന കുളിക്കുന്ന ഏരിയ, ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ വാഷ് ബേസിൻ്റെ ഏരിയ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. മൂന്നും ഒരേ ലെവലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു, അതിനുശേഷം തൊട്ടപ്പുറത്ത് നമ്മൾ ഈ ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു, തൊട്ടപ്പുറത്ത് കുളിക്കുന്ന ഏരിയ കൊടുത്തു. ഇനി എല്ലാം തന്നെ ഈ 3 ലെയറും തന്നെ ഒരേ ലെവലിലാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങൾ ഫീൽ ചെയ്യുള്ളൂ. അതായത് മിനിമം 8 അടി എന്ന് പറയുമ്പോൾ ഒരടി എന്ന് പറയുമ്പോൾ 30.5 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അപ്പോൾ 240 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് 240 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ 60 സെൻറ്റിമീറ്റർ ആദ്യം വാഷ് ബേസിൽ പോയി, പിന്നെ 90 സെൻറ്റിമീറ്റർ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ പോയി, പിന്നെ അടുത്തത് കുളിക്കുന്ന ഏരിയ വീണ്ടും ഒരു 90 സെൻറ്റിമീറ്റർ. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു 100 സെൻറ്റിമീറ്റർ എങ്കിലും നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുക്കാൻ സാധിച്ചാൽ കുറച്ചുകൂടി നല്ലത്. അത്രയും ഏരിയ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ പാർട്ടീഷനോ കാര്യങ്ങളോ ആ ഏരിയയിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ, ആ ഏരിയയിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് 100 സെൻറ്റിമീറ്റർ എങ്കിലും കുളിക്കുന്ന ഏരിയയിൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. ഇനി അതല്ല 90 സെൻറ്റിമീറ്റർ കിട്ടുമെങ്കിലും അതും പ്രശ്നമില്ല. അപ്പോൾ അത് നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ ഒരേ ലെയറിലായതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം സ്പേസ് ഫീൽ ചെയ്യും. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും അറ്റത്താണ് നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അറ്റത്ത് കുളിക്കുന്ന ഏരിയ കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം ഈ ഡ്രൈനേജ് വെറ്റ് ഏരിയ അങ്ങനെ തിരിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് മാറി വരാതെ ഗുണമായിട്ടിരിക്കാനുള്ള ഏറ്റവും വലിയ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നത്. അതായത് കുളിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒഴുകി വരില്ല. അതായത് ക്ലോസറ്റിൻ്റെ ഏരിയയ്ക്ക് അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കാണെങ്കിലും ഒഴുകി വരില്ല. ഒഴുകി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുളി കഴിഞ്ഞ് കാര്യങ്ങൾ പോയാലും ഈ പറയുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ടൈലിൽ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ കുളി കഴിഞ്ഞ് പോയ ആളുകളാണെങ്കിലും ബാത്റൂം യൂസ് ചെയ്യാൻ വരുന്ന സമയത്ത് തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഒരിക്കലും ആദ്യമേ തന്നെ അല്ലെങ്കിൽ സെൻറ്ററിൽ കുളിക്കുന്ന ഏരിയ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ട്രാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കുളിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ട്രാപ്പ് കൊടുത്തിരിക്കുന്നത്. അത് വെള്ളം പോകാനായിട്ട്, അതായത് കുളിക്കുന്ന വെള്ളം പോകാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ട്രാപ്പ് കൊടുത്തിരിക്കുന്നത് കുളിക്കുന്ന ഏരിയയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കരുത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് എവിടേക്കാണോ ട്രാപ്പ് കൊടുത്തിരിക്കുന്നത് അവിടേക്കായിരിക്കും കംപ്ലീറ്റ് വെള്ളവും ഈ പറയുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിയുന്നത്. അപ്പോൾ തെന്നി വീഴാനുള്ള ചാൻസ് മാക്സിമം നമ്മൾ ഒഴിവാക്കണം. ബാത്റൂമിൽ തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഫിറ്റിങ്സുകൾ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തലയോ കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പോയി അടിച്ച് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാത്റൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ചെറിയ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ബാത്റൂമിൽ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ ഡിസൈൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great.